കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം മുയൽ ചെവിയൻ. ദശപുഷ്പങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെട്ടോളൂ. പൂവാംകുറുനില, തിരുതാളി, ഉഴിഞ്ഞ, വിഷ്ണുക്രാന്തി, നിലപ്പന, മുയൽ ചെവിയൻ, മുക്കൂറ്റി, കറുക, ചെറുള, കയ്യൂന്നി ഇത്രയാണ് ദശപുഷ്പങ്ങളിൽ പെടുന്നത്. ഇടുക്കിയിലെ മറയൂർ ഭാഗത്ത് കാണപ്പെടുന്ന ഇതിൻ്റെ പേര് എന്താണ്? മുനിയറ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരളധരണി എഴുതിയത് ആരാണ്? ബോധേശ്വരൻ. ഈ കവിതാ സമാഹാരത്തിൻ്റെ 100ാമത് വാർഷികം 2022 ആഘോഷിച്ചു. ഏതാണിത്? കുമാരനാശാൻ്റെ ചണ്ടാല വിശുകി. ഈ കാണുന്ന ചിത്രം തിരിച്ചറിയുക. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയാണ് ചിത്രം. ഈ വാദ്യം ഏതെന്ന് തിരിച്ചറിയുക. മിഴാവാണ് കാണുന്നത്. അമർനാഥ് തീർത്ഥാടകർ കടന്നു പോകുന്ന സ്ഥലമാണ് അനന്തനാഗ ജില്ലയിലെ പഹൽഗാമിനും ചന്ദൻവാഡിക്കും ഇടയിലുള്ള ഹാജൻ വാലി. എന്നാൽ സണ്ണി ഡിയോൾ അമൃത സിംഗ് കൂട്ടുകെട്ടിൽ സിനിമ ചിത്രീകരിച്ചതിനു ശേഷം ഇതിൻ്റെ പേര് ആ സിനിമയോട് ചേർന്ന പേരായി. എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ പേര്? ബെദാബ് വാലി. തമിഴ്നാട്ടിലെ വിരുദുനഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരമാണിത്. ജീവിക്കാൻ സാധിക്കാതെ തീരെ ദരിദ്രരായ അല്ലെങ്കിൽ രോഗാതുരരായ വൃദ്ധജനങ്ങളെ ദയാവധത്തിന് ഇരയാക്കുന്ന ഈ സമ്പ്രദായത്തിൻ്റെ പേര് എന്താണ്? തലയിക്കുത്തൽ. സിഖ് മതവിശ്വാസികൾ അവരുടെ പുണ്യഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിന് കേടുപാടുകൾ പറ്റിയാൽ മരണാനന്തര ചടങ്ങുകൾ നടത്തി സംസ്കരിക്കുന്നു. ഈ ചടങ്ങിൻ്റെ പേര് എന്താണ്? അഗൻ ഭേദ് സേവ എന്നതാണ് ഈ ചടങ്ങിൻ്റേത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലുള്ള ഈ സ്മാരകം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ജിന്ന ടവർ. മലയാള സാംസ്കാരിക സാഹിത്യ ചരിത്രത്തിലെ ഒരു അതുല്യ പ്രതിഭയുടെ ജീവിതത്തിലെ അന്ത്യനാളുകൾ ചെലവഴിച്ച സ്ഥലമാണിത്. ഇത് എവിടെയാണ്? പാലക്കാട് ചിറ്റൂർ മഠം. തുഞ്ചത്തെഴുത്തച്ഛൻ അന്ത്യനാളുകളിൽ താമസിച്ചതാണ് ഈ മഠം. ഈ ചുംബിക്കുന്ന ദിനോസറുകൾ ഒരു രാജ്യ അതിർത്തിയാണ്. ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയാണിത്? ചൈന, മംഗോളിയ. സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക എന്നതാണ് അടുത്ത ചോദ്യം. ഹിമാചൽ പ്രദേശിലെ കിന്നാർ നിവാസിയായ ഇദ്ദേഹം ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനായിരുന്നു. ഒരു പ്രത്യേക മേഖലയിൽ ആദ്യത്തേത് എന്നറിയപ്പെടുന്ന ഒരു റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 2022 നവംബർ 5 അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് 105 വയസ്സായിരുന്നു. ആരാണ് അദ്ദേഹം? ഉത്തരം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറായ ശ്യാം ശരൺ നേഗി. അടുത്തതും സൂചനകളിൽ നിന്നും തിരിച്ചറിയുന്നതാണ്. 1889 ഏപ്രിൽ 13 തിരുവനന്തപുരത്ത് ജനിച്ച ഇദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു പട്ടം താണുപിള്ള. കോളേജിൽ അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം നിമിത്തം കടുവ എന്നും ഇംഗ്ലീഷിലെ പദപ്രയോഗങ്ങൾ കാരണം ഡോക്ടർ ജോൺസൺ എന്നും വിളിപ്പേരുകൾ കിട്ടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മറ്റൊന്നായി മാറി. തിരുവിതാംകൂർ രാജഭരണത്തിലെ കെടുകാര്യ സ്ഥിതികളെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു. അധ്യാപകൻ, സാഹിത്യ ആചാര്യൻ, ചരിത്രകാരൻ, പത്രപ്രവർത്തകൻ തുടങ്ങി അറിവിൻ്റെ വിശ്വദർശനം മലയാളിക്ക് സാധ്യമാക്കിയ ഇദ്ദേഹത്തിൻ്റെ സ്മാരകം തിരുവനന്തപുരത്തുണ്ട്. ആരാണ് ഇദ്ദേഹം? കേസരി ബാലകൃഷ്ണപിള്ള. അടുത്തത് അമേരിക്കൻ സോക്കർ മാഗസിനിൽ വന്ന ഒരു ഹാസ്യ കവിത ഇങ്ങനെയാണ്: മനുഷ്യാവകാശങ്ങൾക്കും മാനവികതയ്ക്കും 12 പഴക്കമുള്ള പ്രാപ്പിടിയന്മാരുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ സ്ഥലവുമായി ഈ വ്യക്തി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തേത് അമ്മയുടെ രഹസ്യക്കൂട്ടിൽ നിന്നാണ് അദ്ദേഹം ഈ ഉൽപ്പന്നം ഉണ്ടാക്കി തുടങ്ങിയത്. ഗാരിസ എന്നാണ് ഇതിൻ്റെ പേര്. മൂന്നാമത്തെ കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം ബാധിച്ച വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹമെന്ന് തിരിച്ചറിയുക. ഇത് മുഹമ്മദ് അൽ മുസ്താഫാണ്. ഒരു ഖത്തറി യൂട്യൂബറും കോഡൽ
റിഗ്രഷൻ സിൻഡ്രോം ബാധിതനായ ഒരു മനുഷ്യസ്നേഹിയുമാണ് ഗാനി മുഹമ്മദ് അൽ മുഫ്താഹ്. 2017 കണക്കനുസരിച്ച് 15 വയസ്സുള്ള ഖത്തറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംരംഭകരാണ് അദ്ദേഹം. ഗാനിം ഒമാനിലെ ഷബൽ ജംസ് മല കയറിയിട്ടുണ്ട്. പിന്നെ 2022 ഫിഫ ലോകകപ്പിൻ്റെ അംബാസിഡറായിരുന്നു അദ്ദേഹം. അടുത്തത് 1992 മുണ്ടക്കൽ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ വെച്ച് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളാണ് ഇദ്ദേഹത്തിൻ്റേതെന്ന് ടി പത്മനാഭൻ അഭിപ്രായപ്പെട്ടത് ആരുടെ കഥകളാണ്? അമ്മ മരിക്കുന്നത് കുട്ടിയുടെ മുഖം ഓർത്തുകൊണ്ടാണ്. അവസാനത്തെ ഓർമ്മ സ്നേഹത്തിൻ്റേതായിരിക്കും. സ്നേഹം നഷ്ടപ്പെട്ട ജീവിതങ്ങൾ ഇലയും ശിഖരവും നഷ്ടപ്പെട്ട മരങ്ങൾ മാത്രമാണ്. മലയാളത്തിൻ്റെ സുവർണ കഥകൾ എഴുതിയ ഈ വ്യക്തി ആരാണ്? മൂന്നാമത്തെ ക്ലൂ, ഈ വ്യക്തിയുടെ ആത്മകഥയെക്കുറിച്ച് KP അപ്പൻ ഇങ്ങനെ എഴുതി: ഈ കലാസൃഷ്ടി ഒരേ സമയം ആത്മകഥയും സ്വപ്നസാഹിത്യവുമാണ്. ഭയത്തിൻ്റെ അർത്ഥം അറിയാത്ത ഈ എഴുത്ത് ആർക്ക് സ്വന്തമാണ്? ഉത്തരം മാധവിക്കുട്ടി. ഈ വ്യക്തിയുടെ ജനനം 1964 മെയ് 27-നാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ വ്യക്തിയുടെ അമ്മയുടെ പിതാവ് രത്ന സഭാപതി തികഞ്ഞ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരുന്നു. ഗാന്ധിജിയാണ് ഈ വ്യക്തിയുടെ അമ്മയ്ക്ക് പത്മാവതി എന്ന പേരിട്ടത്. എന്നാൽ ഈ വ്യക്തിയെ നമ്മൾ അറിയപ്പെടുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ഒരു സംഭവത്തിൻ്റെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. സമീപകാലത്ത് വാർത്തകളിൽ വീണ്ടും സജീവമായി. ആരാണ് ഈ വ്യക്തി? ഉത്തരം നളിനി മുരുകനാണ്. രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് 27 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഇപ്പോൾ ജയിൽ മോചിതയായി. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഹജൂർ കച്ചേരിക്ക് വേണ്ടി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തുള്ള ഒരു കുടുംബമായ പുത്തൻ ചന്തക്കാരുടെ സ്ഥലം പൊന്നും വിലയ്ക്ക് എടുത്തപ്പോൾ അതിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറി. ഈ കുടുംബത്തിൽ പിൽക്കാലത്ത് ജനിച്ച ഒരു വ്യക്തി ഒരു മേഖലയിൽ വളരെ പ്രശസ്തനായി. ആരാണ് അദ്ദേഹം? രണ്ടാമത്തെ ക്ലൂ, തീരെ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന് 10-ാം വയസ്സിൽ മാരകമായ ഒരു അസുഖം പിടിപെട്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഒരു വൈദ്യൻ 1001 തുടം മുലപ്പാലിൽ മരുന്ന് നിർദ്ദേശിച്ചു. ആ നാട്ടിലെ അമ്മമാർ ആ ദൗത്യം ഏറ്റെടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചു. മൂന്നാമത്തെ ക്ലൂ, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയ അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഷൈലോക്ക് ഖാദർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മികച്ച അഭിനേതാവായ അദ്ദേഹം 1951 MK മേനോൻ്റെ സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തി. അദ്ദേഹത്തിൻ്റെ നായിക ഇന്ദിര തങ്കച്ചിയായിരുന്നു. മലയാള സിനിമ കീഴടക്കിയ ഒരു താരത്തിൻ്റെ ഉദയം ആയിരുന്നു അത്. ഏതാണ് ആ താരം? പ്രേം നസീർ. ഈ സൂചനകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ആദ്യത്തെ 3 ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ്, സർക്കസ്, കേക്കാണ്. രണ്ടാമത്തെ നിയമസഭ ഔദ്യോഗിക വാഹനമാണ്. മൂന്നാമത്തെ AM ബഷീറിൻ്റെ തെമിസ് എന്ന നോവലാണ്. അതായത് ഒരു കുറ്റാന്വേഷണ നോവലാണ്. 2 വധക്കേസുകളുടെ കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്ന ഒരു കുറ്റാന്വേഷണ നോവലാണ് AM ബഷീറിൻ്റെ തെമിസ് എന്നത്. അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ്. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? അദ്ദേഹത്തിൻ്റെ പിക്ചറാണിത്. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നിയമസഭ മണ്ഡലം ഏത് എന്നതായിരുന്നു. ഉത്തരം മഞ്ചേശ്വരം ആണ്. ഉത്തരം പറഞ്ഞ അനിക സതീഷിന് എല്ലാവിധ ആശംസകളും. തുടർന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.